സോ നമ്മുടെ ടൂർണമെന്റ് ആമോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗോഡ് ബാബ്സ്. താങ്ക് യു സോ മച്ച് ഗോഡ് ബാബ്സ് ഫോർ ദ സ്പോൺസർഷിപ്പ്. ചിക്കൻ സിൻഡിക്കേറ്റ്. ആൻഡ് നമുക്ക് നോക്കുവാണെങ്കിൽ ആഡ് ടു നിങ്ങളെല്ലാവരും വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം, വെള്ളം കുടിക്കണം, പ്രോപ്പർ ടൈമിൽ വെള്ളം കുടിക്കണം. അത് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും പറയാനുള്ളത്. ടൂർണമെന്റ് കണ്ട് അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങനെ തന്നെ ഇരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കണം. ഒരു മിനിറ്റ്, ഒരാളോട് കാണിച്ചോട്ടെ. ആഡ് 3 ഉണ്ട്. ടൈറ്റിൽ സ്പോൺസർ. താങ്ക് യു സോ മച്ച്. ടൈറ്റിൽ സ്പോൺസർ ഫോർ സ്പോൺസറിംഗ് ദ ടൂർണമെന്റ് മീൻസ് എ ലോട്ട്. സോ അപ്പം നമ്മള് മാച്ച് വാട്ട് കൺട്രോൾ ആക്റ്റീവ് ഞാൻ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. സോ അപ്പം നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. 3, 2, 1 സ്റ്റാർട്ട് ദ മാച്ച്. സോ ഈഗിൾ എക്സ് എക്സലൻസ് റാംപേജ് GTA 5 PvP ടൂർണമെന്റിന്റെ ലാസ്റ്റ് ഡേ ഓഫ് ക്വാളിഫയേഴ്സ് തേർഡ് മാച്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആൻഡ് ഗ്രൂപ്പ് ജിയുടെ രണ്ടാമത്തെ മാച്ച്. ആൻഡ് നമുക്ക് നോക്കി വെക്കാം ഇത് എങ്ങനെ പോകുന്നു. ലെറ്റ്സ് ഗോ. നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലെയിൻ പറക്കാൻ തയ്യാറെടുത്തിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ജിയുടെ അടുത്ത രണ്ടാമത്തെ മാച്ചാണ് ഇന്നത്തെ. നോക്കുകയാണെങ്കിൽ നമ്മുടെ TVയെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ലോബി ഇനി ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ഈ ഒരു മാച്ചിൽ ആ ഡോമിനേറ്റ് ചെയ്യുന്ന കണ്ടറിയാം. എന്തായാലും KVM, TVM, VHO എല്ലാവരും TGM എല്ലാവരും ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ ചാമ്പ്യൻസ് ആയത് TV ആണ്. സോ ഈ ഒരു മാച്ചിൽ ആര് ചാമ്പ്യൻ ആവുന്നത് കണ്ടറിയാം, ആര് MVP ആവുന്നത് കണ്ടറിയാം. സോ ലെറ്റ്സ് ഗോ. നമ്മൾ എക്സൈറ്റഡ് ആണ്. സോ ബാബു രണ്ട് വാക്ക് പറയണം പ്ലീസ്. പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് 122 എന്ന് പറയുന്ന നമ്മുടെ സ്കോർ TVയെ കൊണ്ട് തന്നെ മറികടക്കാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത്. കാരണം വളരെ 40 പോയിന്റ് എന്നൊരു സ്കോറാണ് ഫസ്റ്റ് കളി എടുത്തിരിക്കുന്നത്. ഇതേ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി TVക്ക് തന്നെ മേ ബി. സോ ഈ ഒരു ലോബിയിലും ഈ ഒരു മാച്ചും കൂടി TVക്ക് ഒരു ഡോമിനേഷൻ ചെയ്യാൻ പറ്റിയാൽ എന്തായാലും അവരുടെ സെമി ഫൈനലിലോട്ടുള്ള ക്വാളിഫിക്കേഷൻ അവര് തന്നെ സെക്യൂർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും TVക്കും KVക്കും VHനും ബാക്കി എല്ലാ ഗാങ്സുകൾക്കും ഒരു കംബാക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും TVX CSK നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് പറന്നിറങ്ങുന്നുണ്ട്. ഒരുമിച്ച് ഇറങ്ങാനുള്ള ശ്രമമാണ്. ഒരുമിച്ച് തന്നെ ഇറങ്ങുന്നുണ്ട് TVയുടെ എല്ലാവരും. അവര് നല്ലതുപോലെ പ്രാക്ടീസ് മാച്ചുകൾ അറ്റൻഡ് ചെയ്ത എല്ലാ ടീമുകൾക്കും ഈ പാരച്യൂട്ട് യൂസ് ചെയ്യുന്നതിൽ കുറച്ച് യൂസ് ടു ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഈ പ്രാക്ടീസ് മാച്ചുകൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറേ ടീമുകൾ വന്ന് കളിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ പോൾ എൻഡ് ആയിട്ടുണ്ട്. ഇവിടെ പോളിലെ റിസൾട്ട് എന്ന് പറയുന്നത് 82% പേരും പറയണത് TV ഇവിടെ ഫസ്റ്റ് പിക്ക് എടുക്കുന്നു. നമ്മുടെ ഓക്സി അവിടെ ഒരു ഫസ്റ്റ് പിക്ക് എടുക്കുന്നു. BCZ ഫസ്റ്റ് പ്ലെയറിനെ TVയെ കില്ലോട് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ അടുത്ത് ഇത്രയും ദൂരത്തുനിന്ന് മെസ്ബോയ് അവിടെ അടിച്ചിട്ടിരിക്കുന്നു. BCZ റിനൂസിനെ അവിടെ മെസ്ബോയ് അടിച്ച് നോക്കാക്കുന്നു. കഴുകന്ദാസ് 1 HP ആണ്. TVയെ പുഷിങ്. ആദ്യം തന്നെ അഗ്രഷൻ കാണിച്ചോണ്ട് TVയെ 8v10 ഒരു ഫൈറ്റിലേക്ക്. അവിടെ VHും അതുപോലെ RC അടിക്കുന്നു. VH vs RC. VHന്റെ റഷ്യൻ DNL ആദ്യത്തെ നോക്കെടുത്ത് ഫിനിഷ് ചെയ്ത് കളഞ്ഞു. പക്ഷെ വേറെ പ്ലേയേഴ്സ് ഒന്നും അടുത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. ബാക്ക് ടു നമുക്ക് TVയുടെ ഫൈറ്റിലോട്ട് പോയി നോക്കാം. TVയുടെ ഫൈറ്റിൽ എന്താവും നമുക്ക് നോക്കാം. TV vs BCZ. ചന്ദ്രൻ അവിടെ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യുന്നു. നിങ്ങൾ പോയിട്ട് വാ, നിങ്ങൾ എന്തായാലും ഒറ്റയ്ക്കല്ലേ അടിക്കുന്നത്, നിങ്ങൾ അടിച്ചോ എന്നുള്ള രീതിയിൽ ചന്ദ്രൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കഴുകന്ദാസിന് നല്ല ടാഗ് കിട്ടുന്നു. കഴുകന്ദാസ് നോക്കാനുള്ള ചാൻസ് ഉണ്ട്. നോക്കായില്ല. തെക്കൻ അവിടെ നല്ല ടാഗ് കൊടുക്കുന്നു. BCZ vs TVയെ. ആൻഡ് BCZ പിങ് അവിടെ ട്രാപ്പായി. എന്തായാലും ട്രാപ്പായി. പുറകിന്ന് വന്ന് അടിക്കുന്നു. CSK ആഷിനെ കണ്ടു. ആഷ് vs പിങ് ഒരു 1v1. ആഷ് vs പിങ്. ശരിയായ 3 ടാപ്പ്. അവിടെ ഏബൽ അടുത്തൊരു നോക്കിടുന്നു. അവിടെ ഏബൽ മെസ്ബോയ് വേഴ്സസ് അറക്കൽ രാമൻ. നല്ലൊരു 1v1. ഒരു 1v1 പോലും ഫെയിൽ ആവുന്നില്ല. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഓക്സി ഒരു 1v2 അടിക്കാനുള്ള ശ്രമം. 1v2 ഓക്സിക്ക് നോക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഓക്സി വേഴ്സസ് BCZ ഒരു 1v2 ഇല്ല. ചന്ദ്രൻ വന്നു. ചന്ദ്രന്റെ ബാക്കപ്പ്. പിള്ളേരെ തൊടുന്നോടാ. ചന്ദ്രൻ വന്നു. ആൻഡ് അവിടെ ഓക്സി അവിടെ നോക്കാവുന്നു. ഓക്സിയെ ഫിനിഷ് ചെയ്യാൻ നോക്കുന്നു. ഇല്ല. കറക്റ്റ് സമയത്ത് റിവൈവ് അവിടെ ചെയ്യുക. കവർ ഉണ്ട്. നിങ്ങൾ റിവൈവ് ചെയ്തോ. കഴുകന്താസ്
ഇവിടെ എന്താ കാണുന്ന ആശ്വാസം കഴുകുന്തോസ് ശരിയായ 3 ടോപ്പ് ശരിയായ 1v1കൾ. എന്റെ അമ്മോ മെസ്ബോയി വേഴ്സസ് ആക്സ് മോർഗൻ എല്ലാ 1v1ഉം സക്സസ്ഫുൾ ആയിട്ട് TV അവിടെ എടുത്തിട്ടുണ്ട്. മോബി അവിടെ സെൽഫ് നോക്ക് ആവുന്നു. അത് മറ്റേ തീ കത്തിയത്. അയ്യോ അകത്ത് തീ പണിയായി. പക്ഷെ അവരവിടുന്ന് റിക്കവർ ആയിട്ടുണ്ട്. മോബി തീർന്നോ? മോബി തീയില് മരിച്ചു പോയിരിക്കുന്നു. IGLനെ അവർക്ക് അൺഫോർച്ചുനേറ്റ് ആയിട്ട് അതിനകത്തൊരു സാധനം പൊട്ടിത്തെറിച്ച് അവരുടെ IGLനെ അവർക്ക് നഷ്ടമാകുന്നു. അയ്യോ എടാ എന്റെ സ്പെക്ക് പോയോ? ഇല്ലല്ലോ. ഇല്ല അത് ഞാൻ ലൊക്കേഷനിലേക്ക് മാറി. BCSൽ ഒരാൾ ബാക്കിയുണ്ട്. സോ TVയെ നോക്കുകയാണെങ്കിൽ കറന്റ് 7 കില്ല് മാത്രമേ സെക്യൂർ ചെയ്തിട്ടുള്ളൂ. 7 കില്ലുകളുള്ളൂ. BCSൽ ബാക്കി 3 പേരുണ്ടോ? ഇല്ല. BCSൽ ബാക്കി കില്ലുകളൊക്കെ BCSന്റെ കില്ല് അവര് ഇല്ലായിരുന്നു തോന്നുന്നു. നമുക്ക് നോക്കാം. എന്തായാലും 9 പ്ലേയേഴ്സിനെ വെച്ച് കളിക്കേണ്ട സിറ്റുവേഷൻ ആണ് TVക്ക്. TVയെ ബാക്ക് ഓഫ് ആവുന്നു. ആ ഒരു പ്ലെയറിനെ ഹണ്ട് ചെയ്ത് സമയം കളയാതെ അടുത്ത ടീമിനെ അടിക്കാനുള്ള പോക്കാണ്. പക്ഷെ അവർ IGLനെ അവർക്ക് ഇനീഷ്യൽ ഫൈറ്റിൽ തന്നെ അവർക്ക് നഷ്ടപ്പെടുന്നു. അതും ഒരു ടീം കിൽ സ്വന്തമായിട്ട്. ഓ VH ഇവിടെ RC എടുത്തോണ്ടിരുന്നു. VH വേഴ്സസ് ഒരു RC ഫൈറ്റ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കുകയാണെങ്കിൽ VH എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. RC എടുത്തിട്ടുണ്ട്. RC ആണെങ്കിൽ അവിടെ കണ്ടിട്ടില്ല. ഈ ലൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന RC കിട്ടുന്നുണ്ട്. VH ഒരു പിക്ക് എടുക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ നല്ല പോലെ അടിച്ച് കേറിയാണ് വരുന്നത് VH-ന് ആ ഒരു കില്ലും അതുപോലെ തന്നെ അത് ഫിനിഷും ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ കേറുന്നു, അടിക്കുന്നു. റഷ്യൻ TNL ഒരു പിക്ക് എടുക്കുന്നു. ക്രോണോസിനെ പിടിക്കുന്നത് നോക്കുകയാണെങ്കിൽ RCക്ക് നല്ല പോലെ പണിയിട്ടുണ്ട്. ഹോട്ട് പിസ അടുത്തൊരു പിക്ക് എടുക്കുന്നുണ്ട്. ഹോട്ട് പിസ CK മാരിയുടെ ഒരു പിക്ക്. എന്തായാലും അവിടെ സെനോക്സറക്സെ ഞാൻ എന്ത് ആക്ഷൻ ഇടണം എന്ത് ഇതാക്കണം തീരുമാനിക്കുന്നത് നിന്റെ തന്തയല്ല, അത് ഞാനാണ്. ഞാൻ തന്നെ തീരുമാനിക്കും. എങ്ങനെ 5M കളിക്കുന്നവർക്കറിയാം ഒരു ക്ലോസ് ഫൈറ്റിൽ 3 ടാപ്പിൽ ഒരാളെ അടിച്ചിടുന്നത് എങ്ങനെയാണെന്ന്. അത് മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നത് നിനക്കത് പറയാൻ പറ്റത്തില്ല. വേഗം പോയി ഒരു PC മേടിച്ച് ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 2 ദിവസം TDM കളിച്ചാൽ നിനക്ക് അവൻ്റെ അണ്ടിക്ക് പോലും അടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഞാനിട്ട ആക്ഷൻ എത്ര കറക്റ്റ് ആയിരുന്നു എന്ന് നിനക്ക് അന്നേരം മനസ്സിലാവും. എനിവേ വെൽക്കം ടു ദ സ്ട്രീം. അപ്പം നമുക്ക് നോക്കി വെക്കാം. RC ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് സോണിനകത്തോട്ട് പോവാണ്. നമുക്ക് നോക്കാം. VH അവിടെ 2 കില്ല് സെക്യൂർ ചെയ്യുന്നുണ്ട്. Good information, Eagle Gaming. Thank you so much. Yes. Well explained. Thank you so much. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഗ്രൂപ്പിന്റെ സ്റ്റേജില് കുറച്ചൊക്കെ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് ലാസ്റ്റ് ഒരു ഫൈറ്റ് കണ്ടുണ്ടെങ്കിൽ ഇതിൽ തുടക്കം തന്നെ നമ്മൾ ഫൈറ്റ് നല്ലൊരു ഫൈറ്റാണ് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. സോ നോക്കുകയാണെങ്കിൽ ആൾറെഡി നമ്മുടെ TV SCSKക്ക് 8 കില്ലോടെ നിൽക്കുന്നു. VH-ന് 4 കില്ലോടെ നിൽക്കുന്നു. S7-ന് 1 കില്ലോടെയാണ് നിൽക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ ഒരു ടീം തന്നെ ഇതുവരെ വൈപ്പായിട്ടില്ല. 10 ടീമും 80 പ്ലേയേഴ്സും കറന്റ് ഇലയുണ്ട്. നമുക്ക് സോൺ ഒന്ന് നോക്കി നോക്കാം എല്ലാ ടീമുകളും. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ TV SCSK സോണിനകത്ത് തന്നെയാണ്. TV SCSKയുടെ തൊട്ടടുത്ത് ബ്ലാക്ക് സ്ക്വാഡ് ഉണ്ട്. TVA വേഴ്സസ് KVA എഗെയിൻ കാണാൻ പോകുന്ന ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു. TVA വേഴ്സസ് KVA ഇനിഷ്യലി തന്നെ ആ ഒരു ഫൈറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഒരു പയ്യൻ ഒളിച്ചിരിക്കുകയാണ്. വിച്ചർ അവിടെ S7WC അവിടെ വിച്ചറിനെ എടുക്കുന്നു R3X-ലെ. അതെ, ഈ ഗെയിമിംഗ് മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ R3X-ലെ ആ ഒരു പയ്യൻ ആ ഒരു കണ്ടെയ്നറിനകത്തിക്കുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. S7 അത് കണ്ടില്ലായിരുന്നു. പക്ഷേ S7-ലെ ഒരു പയ്യൻ മാത്രം അത് കണ്ടിട്ട് പോയി അടിച്ചു. അങ്ങനെ R3X-ന്റെ ബ്ലാക്ക് സ്ക്വാഡ് ഇവിടെ എത്തിയിരിക്കുന്നു. ബ്ലാക്ക് സ്ക്വാഡ് വേഴ്സസ് TVA വരാനുള്ള ചാൻസ് ഉണ്ടോ? നമുക്ക് നോക്കാം. TVA മോട്ടൽ ബിൽഡിംഗിൽ നിന്ന് കുറച്ച് പുറകിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും കറന്റ് നോക്കുകയാണെങ്കിൽ TV SCSK 8 കില്ലോട് കൂടിയും അതുപോലെ VH 5 കില്ലോട് കൂടിയും ആണ് ഇവിടെ ടോപ്പ് ഫ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. S7 ഇവിടെ 2 കില്ലും 4TG 0. ബാക്കി എല്ലാവരും 0 ആണ്. 3 ഗ്യാങ്ങുകൾ മാത്രമേ ഇവിടെ ഇത് സെക്യൂർ ചെയ്തിട്ടുള്ളൂ. TVയെ കണ്ടോ? ചെമ്പോത്തിനെ കണ്ടെന്ന് തോന്നുന്നു. ചെമ്പോത്തിനെ കണ്ടെന്ന് തോന്നുന്നു. സാത്താനും ചെമ്പോത്തും കൂട്ടുമുട്ടി. കണ്ടു ഇടിച്ച് വെളിയിലാക്കി സാത്താൻ ചെമ്പോത്തിന് അങ്ങനെ വൈപ്പ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ ഒരു BCZ ടീം വൈപ്പ് ആയിരിക്കുന്നു. ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യത്തെ ടീം വൈപ്പ് ആയത് BCZ ആണ്. സോ 0 കില്ലോടെ 0 പോയിന്റോടെ TD Gamer hosting with 5 years. TD Gamer bro, big shout out. Thank you so much for the host man.
ആൻഡ് ഇവിടെ അടുത്തൊരു ഫൈറ്റ് ആണ് ആർ സി വേഴ്സസ് ആക്ട്. RC വേഴ്സസ് ആക്ട്. സ്റ്റിൽ പുഷ് ചെയ്യുന്നു. ഇതെന്താ? അതെന്താ മച്ചു കമ്പനിയാണോ ഇവർ? ഇവര് മച്ചു ആണോ? മച്ചു അതൊന്ന് കാണിച്ചു. മച്ചു അതൊന്ന് കാണിച്ചു. മച്ചു അല്ല അവിടെ എന്തെന്നാ കാണിച്ചു? മച്ചു ഏ? 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 മരമായി മാറി. ഓ നോക്കുകയാണെങ്കിൽ R3S വേഴ്സസ് ACT ആയിട്ടാണ് കാണുന്നത്. R3Sൽ ഒരാള് എന്തായാലും ഡൗൺ ആണ്. സോ ഓൾറെഡി ഒരു മാൻ ഡൗൺ R3S വരുന്നത്. R3S അടിക്കുന്നുണ്ട്, ACT അടിക്കുന്നുണ്ട്. ACT നോക്കുകയാണെങ്കിൽ RC മച്ചോയെ ഒന്ന് കാണിച്ചു. അവൻ എവിടെ ഇരിക്കുന്നു? R3X വേഴ്സസ് ആക്ട്. ആട് ആന്ധ്രയാണ് നോക്കായിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ R3S അടുത്തൊരു പിക്ക് എടുക്കുന്നു, ടോസിനെ പിക്ക് എടുക്കുന്നു, RC എണ്ണയെ അടുത്തൊരു പിക്ക് എടുക്കുന്നു. നോക്കുകയാണെങ്കിൽ ACTക്ക് നല്ലൊരു പണി കിട്ടിയിരിക്കുന്നുണ്ട്. 3 പേരാണ് ഡൗൺ ആയിട്ടുള്ളത്. ഓസ്കാറിന്റെ അടുത്ത് ഒരു പിക്ക്, ടോസി 6ന്റെ ആ ഒരു കില്ല് എന്തായാലും ഫിനിഷ് ആയിട്ടുണ്ട്. ഓസ്കാർ അടുത്ത് അതിന്റെ കില്ലിന് ഫിനിഷ് ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമ്മുടെ R3Sന് ഒരു പണി പാളിയ അവസ്ഥയിൽ നിൽക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ RC മച്ചാൻ ആ ഒരു മരമായി നിൽക്കുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കാം. അതിന്റെ ഇടയിൽ ഒന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു കാര്യവും ചെയ്യാണ്ട് തന്നെ RC മച്ചോ അവിടെ എലേവായിട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ACT കണ്ടുപഠിക്കേണ്ടതാണ്. ഒരു തേർഡ് പാർട്ടി എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ആക്ടിനെ അവിടെ വൈപ്പാക്കി കഴിഞ്ഞാൽ R3Xനേക്ക് പുഷ് ചെയ്യാനാണ് SYTയുടെ പ്ലാൻ തോന്നുന്നു. പക്ഷെ RC മച്ചു സേഫ്. 5 സ്റ്റാറിന് ഇതിലും നല്ലൊരു പരസ്യം വേറെ ഇല്ല. നമുക്ക് നോക്കാം. RC മച്ചു ആക്ട് ഇപ്പോഴും വൈപ്പായിട്ടില്ല. ഇല്ല ആക്ടിലെ അവസാന പ്ലെയർ ഓടി രക്ഷപ്പെടുവാണെന്ന് തോന്നുന്നു. ബി ലൈക്ക് RC മച്ചു, ഡു നത്തിങ്, സ്റ്റേ അലൈവ്. ആൻഡ് ഇവിടെ ബാക്ക് ടു ബാക്ക് ഫൈറ്റ് R3X വേഴ്സസ് SYT ആണെന്ന് തോന്നുന്നു. R3X കറക്റ്റ് സമയത്ത് S7 വേഴ്സസ് R3X ആണെന്ന് തോന്നുന്നു. R3X കറക്റ്റ് സമയത്ത് ബാക്ക് ഓഫ് ചെയ്യുന്നു. സ്മോക്ക് ഒക്കെ ഇട്ട് അവരുടെ ആംഗിൾ എല്ലാം കവർ ചെയ്തു. ഓസ്കാർ അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. ഓസ്കാർ വലത്തോട്ടും മറ്റവർ ഇടത്തോട്ടും പോയി. മച്ചു സേഫ് ആണ്. ആർക്കെങ്കിലും അറിയണമെങ്കിൽ മച്ചു സേഫ് ആണ്. ഓസ്കാറിന് നല്ല അടി കിട്ടുന്നുണ്ട്. സ്മോക്ക് ഫേഡ് ആവുന്നുണ്ട്. ഓസ്കാർ വീഴാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് ഓസ്കാർ വീഴാൻ. ഓസ്കാറിന് നല്ല ടാഗ് കിട്ടുന്നു. ആ ഒരു സ്മോക്ക് ഓസ്കാറിനെ രക്ഷിക്കുവോ? നമുക്ക് നോക്കാം. സ്റ്റിൽ ടാഗ് കിട്ടുന്നു. ഓസ്കാർ ഹീൽ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഓസ്കാർ അടിച്ചുപോയി. R3X ടെൻഷൻ അടിച്ചുപോയിട്ടുണ്ട്. അടിച്ചുപോയ ആളെ അടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ഉപയോഗമില്ല. അടിച്ചുകൊണ്ടിരിക്കുന്നവർ അത് മനസ്സിലാക്കണം. വെറുതെ അടിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ബുള്ളറ്റുകൾ വേസ്റ്റ് ആക്കാമെന്നല്ലാതെ വെറുതെ അടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അവനാണ് ഓൾറെഡി അടിച്ചു പോയതാണ്. അവനെ അടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. സോണിലേക്ക് പോവുക. പിന്നെ അടിക്കാനായിട്ട് ഒരു ബുള്ളറ്റ് കാണത്തില്ല. പിന്നെ നിങ്ങൾ അടിക്കാൻ ബുള്ളറ്റ് ഒരുപാട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ബുള്ളറ്റ് ആമോ സപ്ലൈസ് വീണ്ടും നമ്മുടെ ബാബു നമ്പൂതിരിയുടെ സൈഡിൽ നിന്ന് ആമോ സപ്ലൈസ് നമ്മുടെ ടൂർണമെന്റിന് വന്നുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ബാബു നമ്പൂതിരി. താങ്ക് യു. മച്ചുവിനെ ഒന്ന് കാണിക്കണേ. മച്ചുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കണേ എല്ലാവർക്കും. മച്ചു എവിടെയാണ്? മച്ചു സേഫ് അല്ലേ? മച്ചുവിന്റെ കോമഡി എന്ന് പറഞ്ഞാൽ മച്ചുവിന്റെ തൊട്ടടുത്ത് തന്നെ ACT ഉണ്ട്. അവിടെ മച്ചു ഇവിടെ ഒരു മരത്തിൽ നിന്ന് മാറി അടുത്ത മരമായിട്ടുണ്ട്. ACT versus മച്ചു 1v1. ACT വേഴ്സസ് RC മച്ചു അല്ല മച്ചു പൊസിഷൻ മാറിയിട്ടുണ്ട്. ഒരു പോച്ചയെന്ന് അടുത്ത പോച്ചയിലോട്ട്. പുള്ളി സ്വന്തം ദേഹത്ത് പെയിന്റ് അടിക്കുവാണെന്ന് തോന്നുന്നു. ദേഹത്ത് പോച്ചയുടെ അതേ പെയിന്റ് ഒക്കെ അടിച്ച പോച്ചയിൽ തന്നെ മച്ചു കമിലിയോൺ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മച്ചു കമിലിയോൺ. വേറെ ഫൈറ്റ് നടക്കുന്നില്ല. പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ still TVA leading the point table with 8 kills and R3X was 6 kills and VH with 5, S7 with 2 and Black Squad with 1. സോ നോക്കുകയാണെങ്കിൽ വൈറ്റ് എടുത്ത ആ ഒരു ടീമുകളൊന്നും ഫുള്ളായിട്ട് വൈപ്പായിട്ടില്ല. നോക്കുകയാണെങ്കിൽ RC മച്ചും ACT മച്ചും
അവരൊക്കെ ജീവനോടെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴും 9 ടീംസ് ആണ് എലൈവ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഓരോ ടേബിളിൽ എല്ലാവർക്കും 10 കില്ല് വെച്ച് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. സോ നമുക്ക് നോക്കാം എല്ലാരും. നെക്സ്റ്റ് ഫൈറ്റ് എവിടെയാണ് വരുന്നത് അറിയാലോ. നോക്കുവാണെങ്കിൽ ഇനി ഒരു കുറച്ച് നേരത്തേക്ക് ബ്രോ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരണം, വല്ല പൊറോട്ടയോ ചിക്കൻ കറിയോ അല്ലോ ബീഫ് കറിയോ എന്തെങ്കിലും എന്തെങ്കിലും മേടിച്ചോണ്ട് വരണേ. മച്ചു ഒറ്റയ്ക്കാന്ന് തോന്നുട്ടോ വീട്ടിൽ നിന്ന്. മച്ചു അതെ മേടിച്ചോണ്ട് വാടാ. പക്ഷെ ഏത് മച്ചു ആണ് നാളെ പഠിക്കാം. ഈ മച്ചു ഫോണിൽ വിളിക്കുന്ന മച്ചു ഇല്ലല്ലോ. ബിപിൻ സക്കറിയ ഒറ്റയ്ക്ക് നടന്ന് ഫൈറ്റ് എടുക്കുന്നു. അതല്ല ബിബിൻസ് അതല്ലേ ആർത്രേസിലെ ടെൻസ് അടിച്ചു പോയിട്ട് തിരിച്ചു കയറി വന്ന സമയത്ത് തന്നെ നമ്മുടെ സീറ്റിലെ മച്ചം വന്നപ്പം ഫ്രണ്ടിൽ ഒരു ഫ്രീ കില്ല്. മച്ചു സേഫ് ആണ്. മച്ചു സേഫാ. ആരാ സിഎം? വേറെ ആരായിരിക്കും? സിഎം അവൻ കോട്ടയത്തു നിന്ന് വന്നോണ്ടിരിക്കുക. ഞാൻ ആ ബെറ്റ് തോറ്റില്ലായിരുന്നു ഗൈസ്. അപ്പം വണ്ടിക്ക് എക്സോസ് അടിച്ചു കൊടുക്കണമായിരുന്നല്ലോ. അപ്പൊ കിരൺ ചേട്ടന്റെ വണ്ടിക്ക് ഞാൻ ആ വാക്ക് പാലിച്ചു. കിരൺ ചേട്ടന്റെ വണ്ടിക്ക് ഞാൻ എക്സോസ് അടിച്ചു കൊടുത്തു. ഒരു അർജന്റീന മാച്ച് കാരണം എനിക്ക് ആ വണ്ടിക്ക് എക്സോസ് അടിച്ചു കൊടുക്കേണ്ട വന്നു. ഞാൻ എക്സോസ് അടിച്ചു കൊടുത്തു. ആ വണ്ടി എക്സോസ് അടിച്ചതിന് ശേഷം അവിടുന്ന് എടുത്തോണ്ട് വരുന്ന വഴിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു വണ്ടി അതിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഞാൻ ഓടിച്ചോണ്ട് വന്നു. ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വന്നു. ആ വണ്ടി ഞാൻ ഓടിച്ചോണ്ട് വന്നു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് എക്സോസ് അടിച്ചു കൊടുത്തു. ഇപ്പൊ എക്സോസ് അടിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിട്ട് കിരൺ ചേട്ടൻ ബസ്സിൽ വന്നു. 10,000 രൂപ പെണ്ണുമ്പുള്ളക്കും 10,000 രൂപ പെണ്ണുമ്പുള്ളക്കും കൊടുത്തു. 30,000 രൂപയുടെ എക്സോസ് സിംഗർക്കും കൊടുക്കേണ്ട വന്നു. ഭർത്താവ് 30,000 രൂപയും ഭാര്യ 10,000 കൊണ്ടുപോയി മാച്ച് കാരണം. പിന്നെ അല്ലാതെ. സോ നോക്കുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒന്നൊരു സ്ലോ പേസിലാണ് പോകുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ ഒരു അടിപൊളി വെടി ബോസണം ഗീ ചെയ്യുന്നു. ഫവാസ് താങ്ക് യു സോ മച്ച് ഫോർ 500. താങ്ക്സ് ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രൈറ്റ് ഫോക്സോടെ ഒരു മെസ്സേജ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഇനി വേറെ 20 വയസ്സ് കൂടെ. എന്തൊക്കെ നമുക്ക് ടൂർണമെന്റിലേക്ക് പോവാം. മാച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ സോണിനകത്ത് BSBയും അല്ല BSും ANKയും തമ്മിലൊരു ഫൈറ്റ് ആവാനുള്ള ചാൻസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ TVS CSK സേഫ് ആണ്. അടുത്തെങ്ങും ഒരാളെ പോലും ഇല്ല. ബാക്കി ഫൈറ്റുകളൊക്കെ നമുക്ക് നോക്കാം. ഈ വട്ടം CSKക്ക് അധികം അങ്ങനെ ഫൈറ്റുകളൊന്നും എടുക്കേണ്ട വന്നിട്ടില്ല. ബ്ലാക്ക് സ്ക്വാഡ് KVAക്ക് ഒരു ഫൈറ്റ് വരുമോ എന്നുള്ളൊരു കാര്യം നോക്കാം. KVA vs ANK നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. ചാൻസ് നല്ലപോലെ കാണുന്നുണ്ട്. BS കാരണം എന്തായാലും സ്പോട്ട് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. നല്ലപോലെ സുനാമി വരുന്ന പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. KVAക്ക് എന്തായാലും പോയിന്റ് നല്ലപോലെ വേണം. നമുക്ക് ഈ ഒരു ലോബി ഡോമിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു പേരിലാണ് നിൽക്കുന്നത് KVA. എന്തായാലും ANK അത് സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ANK ആ ഒരു പൊസിഷൻ പിടിച്ചിരിക്കുന്നുണ്ട്. BS നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒഴുകിയാണ് വരുന്നത്. സുനാമി ഒഴുകി വരുന്നത്. ANKക്ക് അത് തടഞ്ഞു നിർത്താൻ പറ്റുമ്പോൾ നമുക്ക് കണ്ടറിയാം. എന്തെല്ലാം അടിപൊട്ടിയിട്ടുണ്ട്. ഇവിടെ BS vs ANK KVA vs ANK ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. KVA vs ANK. KVA സ്പൈഡി അവിടെ ആദ്യത്തെ പിക്ക് എടുക്കുന്നു. റൈസ്വാക്കി രണ്ടാമത്തെ പിക്ക് എടുക്കുന്നു. കിംബി മൂന്നാമത്തെ പിക്ക് എടുക്കുന്നു. ക്യൂബൻ നാലാമത്തെ പിക്ക് എടുക്കുന്നു KVAക്ക് വേണ്ടി. ഷെയ്ഖ് അഞ്ചാമത്തെ പിക്ക് എടുക്കുന്നു. ഒരു കാഷ്വാലിറ്റി പോലും വീണിട്ടില്ല. KVAക്ക് ഇവിടെ 5 പിക്ക് എടുക്കുന്നു. KVA ആൻഡ് ഇവിടെ ഷെയ്ഖ് അടുത്തൊരു പിക്ക് എടുക്കുവാണെന്ന് നോക്കാം. ഷെയ്ഖ് റൈസൊക്കെ അവിടെ ഷെയ്ഖ് അടുത്തൊരു പിക്ക് എടുക്കുന്നു. നോക്കാവുന്നു. ഷെയ്ഖിനെ ഫിനിഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഷെയ്ഖിനെ ഫിനിഷ് ചെയ്തില്ല. കിട്ടില്ല. കവർ ഫ്രം KVA വൈപ്പിംഗ് ഓഫ് ANK. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം KVA. VH vs S7. അതെ റഷ്യൻ അഴിയലാണ് എടുക്കുന്നുണ്ട്. CK എടുക്കുന്നുണ്ട്. റാൻ എടുക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ നമ്മുടെ S7 നല്ലൊരു പണി പാളിയിരിക്കുന്നുണ്ട്. റഷ്യൻ DNലാണ് അടുത്തൊരു വിക്കറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. റാന്റെ പിക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. S7 നല്ലപോലെ പണിയിട്ട് നോക്കുകയാണെങ്കിൽ TJ ആ ഒരു ഏരിയയിലോട്ട് ഇരുന്നുണ്ട്. TJ ഒരു തേർഡ് പാർട്ടി എടുക്കുന്ന അറിയാം. ആർക്കാണ് ആ പണി കിട്ടുന്നത് നോക്കാൻ. എന്തായാലും S7നും VHനും ഒരു പണിയായിട്ട് നമ്മുടെ TJ ആ ഒരു വഴി കൂടെ പോകുന്നുണ്ട്. പക്ഷെ അവർ ആ ഒരു ഫൈറ്റ് എടുക്കുമോ ഇല്ല നമുക്ക് കണ്ടറിയാം. സോ നോക്കുകയാണെങ്കിൽ S7 തിരിച്ചടിക്കാൻ നോക്കുന്നുണ്ട് VHനെ. മാലികേ താങ്ക് യു സോ മച്ച് ഫോർ സബ്. മാലികേ വെൽക്കം ടു സ്ട്രീം. മാലികേ TJ വീണ്ടും കറങ്ങും. S7ഉം VHും TJ ആണ് അടിക്കുന്നത്.
ആൻഡ് വി എച്ച് ഇവിടെ നോക്കുകയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് അവരുടെ ബാക്ക് സൈഡിലോട്ട് വരാനുള്ള പ്ലാൻ ഇതാണ്. ആൻഡ് ടി ജി നോക്കുവാണെങ്കിൽ ഒരു ഹാർഡ് റൊട്ടേഷൻ എടുത്ത് വി എച്ചിന്റെ റൊട്ടേഷൻ കട്ട് ഓഫ് ചെയ്യാൻ പറ്റൂല. R3X ഇവിടെ ഉണ്ടായിരുന്നു. ടി ജി വേഴ്സസ് R3X. രാഹു നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. രാഹു നോക്കായിട്ടില്ല ഇതുവരെ. രാഹു നോക്കായി. R3X അവിടെ രാഹുവിനെ നോക്കാക്കുന്നു. അവിടെ ടി ജി എന്തായാലും കയറി വന്നൊരു നല്ലൊരു പണിയിട്ടുണ്ട്. ഓപ്പണിലോട്ട് വന്നാണ് മറിയുന്നത്. നമ്മുടെ രാവ് നോക്കായിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു ടീമേറ്റ് വരുന്നുണ്ട്. ഷോക്കർ അടി കൊടുക്കിയിട്ടുണ്ട്. അടിക്കുന്നുണ്ട്. എന്താവും നമുക്ക് കണ്ടറിയാൻ. ഡ്രാക്കുള ബില്ല് തന്നെയാണ് ഡ്രാക്കുള നോക്കാക്കിയെന്ന് തോന്നുന്നു. നമുക്ക് കണ്ടറിയാം. ടി ജെ കയറുന്നു, അടിക്കുന്നു. ടി ജെക്ക് ഈ ഒരു വൈപ്പാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും പറയുന്നു. വേറൊരു ടീം അവിടെ വരുന്നുണ്ട് തേർപ്പെട്ടെടുക്കാൻ വേണ്ടി. ക്രിസ് അവിടെ ഒരു ടോക്ക് എടുക്കുന്നു. നെവിൻ ഒരു വിക്കറ്റ് എടുക്കുന്നു. R3X ഹെൻറി അവിടെ ഒരു പിക്ക് എടുക്കുന്നു. ഇതെന്താണ് കാണുന്നതെന്ന് അറിയത്തില്ല. R3X പണി പാടിയൊന്നും അറിയത്തില്ല. ടി ജെ നല്ലപോലെ പിക്ക് എടുക്കുന്നു. സ്പോക്കർ ബാക്സിന്റെ ഒരു പിക്ക്. ക്രിസ് അത് പിക്ക് വൈപ്പ് ചെയ്യുന്നു. നോക്കുവാണെങ്കിൽ നല്ല പോലെ ഒരു ഫൈറ്റാണ് എടുത്തോണ്ടിരിക്കുന്നത്. പക്ഷേ പിറകിൽ നിന്ന് ഒരു തേർഡ് പാർട്ടി വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് തന്നെ ഗോഡെക്സിന്റെ ഒരു പിക്ക് എടുക്കുന്നു. R3X നല്ല പോലെ പണി പാടിയിട്ടുണ്ട്. R3X ഒരു നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടും അത് ഒരു ഫിനിഷ് ചെയ്യാനുള്ള ശ്രമം. ദാമോദർ സിംഗ് അവിടെ വൈപ്പ് ഓഫ് ആക്കുന്നു. പക്ഷേ വി എച്ച് സമ്മതിക്കത്തില്ല. വി എച്ച് വേഴ്സസ് 4TG. TG വേഴ്സസ് VH. ആൻഡ് സ്റ്റോക്കറിനെ അവിടെ റിവൈവ് ചെയ്യാനുള്ള ടൈം ഇല്ല. റിവൈവ് ഇതുവരെ ചെയ്തിട്ടില്ല. റിവൈവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കി വെക്കാം. റിവൈവ് ചെയ്യാനുള്ള സമയമില്ല. ആരും തന്നെ സ്റ്റോക്കറിനെ മൈൻഡ് ചെയ്യുന്നില്ല. ആൻഡ് VH വേഴ്സസ് CK മാരി അവിടെ കയറി വരുന്നു. VH വേഴ്സസ് TG. ടിജെക്ക് പ്ലേയേഴ്സ് കുറവാണെങ്കിലും അവർ നല്ല പോലെ തന്നെ അത് വിട്ടുകൊടുക്കാതെ അടിക്കുന്നുണ്ടോ. അല്ല, വന്നിരിക്കുന്നു ഇവിടെ. എന്റെ പൊന്നോ. VH വേഴ്സസ് KVA വേഴ്സസ് TG. KVA വന്ന് അവിടെ കിൽ ഫോം ചെയ്തിരിക്കുന്നു. ആൻഡ് ഫോർ TJക്ക് ഒരു പ്ലെയർ മാത്രം ബാക്കി. KVA വേഴ്സസ് KVA അവിടെ TJ വൈപ്പാക്കുന്നു. പക്ഷേ ഇവിടെ VH ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം. ഇവിടെ S7 എത്തിയിരിക്കുന്നു. പണി പാളി. CK മാരി അവിടെ കോയെ നോക്കാക്കുന്നു. ആൻഡ് ക്യൂബൻ അവിടെ റഷ്യൻ ആരായിരുന്നു? റഷ്യൻ DNL അവിടെ നോക്കിടുന്നു. ആൻഡ് രണ്ട് ഷിബു സുൽത്താൻ നോക്കായി. മ്യൂട്ടൻ സിമ്മർ നോക്കായി. ആൻഡ് VH നല്ല പോലെ പണി പാളി. VH രണ്ട് സൈഡിൽ നിന്നും എടുത്തിട്ട് അടിച്ചോണ്ടിരിക്കുന്നു. CK മാരി. VH എലിമിനേറ്റ് ആയിരിക്കുന്നു. VH എല്ലാ സൈഡിൽ നിന്നും പെരുന്നാൾ അടി എന്നൊക്കെ പറഞ്ഞാൽ പെരുന്നാൾ അടിയാണ് VH കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, VH ഫാൽക്കൺ ഇപ്പോഴും ഉണ്ടല്ലോ. റഷ്യൻ സ്പീഡ് ഉണ്ട് അവിടെ. CSK വേഴ്സസ് RC നടക്കുന്നു. മച്ചുവിനെയാണോ എന്ന് നോക്കിയേ. CSK വേഴ്സസ് RC. മച്ചു മരിച്ചു. RCയിൽ ഒരു പ്ലെയർ മാത്രം ബാക്കി. നസിയോന്റെ അടുത്തോട്ടാണ് TV കയറി. നസിയോ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. നസുക്കി വിട്ടിരിക്കുന്നു. ആൻഡ് ഇവിടെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ KVA ഡോമിനേറ്റിംഗ് ദ ലോബി വിത്ത് 20 ഫ്രാഗ് ആൻഡ് VH വിത്ത് 15. 4TG 8. അവർ രണ്ടുപേരും എലിമിനേറ്റ് ആയിട്ടുണ്ട്. 4TGയും R3Xും. TVA നോക്കുകയാണെങ്കിൽ 9 ഫ്രാഗോട് കൂടി തൊട്ട് താഴെയുമുണ്ട്. ആൻഡ് KVA ആണ് ഈ ഒരു ലോബി 21 കില്ലോട് കൂടി. KVA ആണ് അല്ല TVA CSK 12 കില്ലായിരിക്കുന്നു. VH 15ഉം അതുപോലെ KVA 21 ആയിരിക്കുന്നു. നമുക്ക് നോക്കാം. ഒരു 2 സെക്കൻഡിൽ ബാബു അവിടെ ഈഗിളിന്റെ കൂടെ ചേരേണ്ടതാണ്. 1 മിനിറ്റ്. സോ ഫൈനൽ സർക്കിളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് അഞ്ച് ടീമും 24 പ്ലേയേഴ്സും ആണ് എലയുമായിട്ടുള്ളത് ഈ ഒരു സർക്കിളിൽ. നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ S7 3 പ്ലേയേഴ്സ് ഉണ്ട്. ഇനി വീണ്ടും ഇതൊരു TVA വേഴ്സസ് KVA ആയി മാറിയിരിക്കുന്നു. വീണ്ടും TVA വേഴ്സസ് KVA. KVL എന്തെങ്കിലും കാഷ്വാലിറ്റീസ് ഉണ്ടോ? KVL 1 2 3 4 5 6 7 പ്ലേയേഴ്സ് അലൈവ്. TVL 9. ഒരു 7v9 ആണ് നമ്മൾ വീണ്ടും കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും സോൺ ക്ലോസിംഗ് സോൺ ഒരു 46 സെക്കൻഡോടെ സോൺ ഹോൾഡ് ഉണ്ട്. നമുക്ക് നോക്കാം.
എന്ത് ഫൈറ്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത്. ആക്ച്വലി ഒരാൾ വരുന്നു, അടുത്ത ആൾ വരുന്നു. ശരിക്കും പറഞ്ഞാൽ KVക്ക് കിൽ ഫാം ചെയ്യാൻ ഒരു അവസരം തന്നെയാണ് കിട്ടിയത്. സത്യമായിട്ടും ശരിക്കും. നെക്സ്റ്റ് S7 സോണിലേക്ക് തിരിച്ചു കയറുകയാണ്. ആൻഡ് KVയെ വീണ്ടും കിൽ ഫാമിങ്ങിന് തന്നെയാണ് അവര് പ്രയോറിറ്റി കൊടുക്കുന്നതെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം അപ്പോഴത്തേക്ക് TVക്ക് ഒരു ബാക്ക് ടു ബാക്ക് ആഷ് വൺ അടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. TVക്ക് KVA അവിടെ S7 സ്പോട്ട് ചെയ്തിട്ടുണ്ട്. KVA വേഴ്സസ് TVA വേഴ്സസ് S7 ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അതായത് KVയെ S7 ഫൈറ്റ് എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും TVയെ തേർഡ് പാർട്ടി കയറും അവിടെ S7 പക്ഷെ അത്ര അധികം നേരം ഫൈറ്റ് ഉണ്ടാവില്ല, അത്രയും നേരം ഉണ്ടാകത്തില്ല, കാരണം അവര് മെമ്പേഴ്സ് ഭയങ്കര കുറവാണ്. അതാരാ വെളി കൂടെ വരുന്നേ? VH പ്ലെയർ ആണെന്ന് തോന്നുന്നു വെളിയില്. അതെ, VH റഷ്യൻ സ്പീഡോ മാത്രം. ഓ കണ്ടു S7 കണ്ടിരിക്കുന്നു റഷ്യൻ സ്പീഡോയെ. കണ്ടില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. ശരിയാണെങ്കിൽ കറങ്ങി TVയുടെ അടുത്തോട്ട് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു S7. സോൺ നോക്കുവാണെങ്കിൽ ഇതാണ് അടുത്തൊരു സോൺ വന്നിരിക്കുന്നത്. സോണിന്റെ സെന്റർ ഓഫ് ദ ഇതില് സോണിൽ നമ്മുടെ CSK ആണ് ഹോൾഡ് ചെയ്തോണ്ടിരിക്കുന്നത്. TVX CSK. ചാൻസ് ഉണ്ട്. S7 നല്ല പോലെ ആൾക്കാർ കുറവാണ്, അതുകൊണ്ട് തന്നെ പണി പാടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ തന്നെ പെട്ടുപോയിട്ടുണ്ട്. KVA അടിക്കുന്നു, റിസോക്കി അടിക്കുന്നു. റിസോക്കിയുടെ അടുത്തൊരു പിക്ക്, റിസോക്കി 2 പിക്കോടെ നിൽക്കുന്നു. ഗംഭീര അടുത്തൊരു പിക്ക്, ക്യൂബ അടുത്തൊരു പിക്ക്. KVA വൈപ്പിംഗ് ഓഫ് SOIT. കറക്റ്റ് സമയത്ത് TVA വരുന്നുണ്ട്. നമുക്ക് നോക്കാം. TVA ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. TVA വേഴ്സസ് KVA ഒരു ഫൈനൽ സർക്കിൾ ആവുമെന്ന് നമുക്ക് നോക്കാം. സ്റ്റിൽ റഷ്യൻ സ്പീഡ് അവിടെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. KVA വേഴ്സസ് TVA ഒരു ഫൈറ്റ് നമുക്ക് നോക്കാം. ഈ ഒരു ലോബി, ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് നമ്മൾ ഡോമിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് നമ്മുടെ KVA ഇത്തവണ വന്ന് അടിക്കാൻ തുടങ്ങിയത്. എല്ലാവരെയും തെരഞ്ഞ് കണ്ടുപിടിച്ചടിക്കാനാണ് നമ്മുടെ KVA നോക്കിയത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 4 ടീമും 19 പ്ലേയേഴ്സ് ആണ് ലൈവ്. അതില് മെയിൻലി നമ്മുടെ KVA TVA പ്ലേയേഴ്സ് ആണ് കൂടുതലുള്ളത്. അപ്പൊ എന്തായാലും KVAക്ക് ഒരു ചെറിയ പണി പാളിയിട്ടുണ്ട്. KVA സൈഡിൽ നിന്ന് സോൺ പോയിട്ടുണ്ട്. സോണിലേക്ക് തിരിച്ചു വരണം. TVA വേഴ്സസ് KVA ദ ഫൈനൽ സർക്കിൾ. TVA വേഴ്സസ് KVA വേഴ്സസ് നമുക്ക് നോക്കാം. VH വേഴ്സസ് ACT ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ലാസ്റ്റ് സർക്കിൾ. സോണിലേക്ക് വരണം. ആ ഒരു മാച്ചിലും നേരത്തെ മാച്ചിൽ നമ്മളൊരു TVA വേഴ്സസ് KVA മാച്ച് ലാസ്റ്റ് സോണിൽ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ വീണ്ടും ഒരു റിപ്പീറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിലാര് ഡോമിനേറ്റ് ചെയ്ത് നമുക്ക് കണ്ടറിയാം. നേരത്തെ TVA ആണ് അവിടെ ഒരു വിന്നർ ആയെങ്കിൽ ഇത്തവണ ആര് വിന്നർ ആവും നമുക്ക് കണ്ടറിയാം. ആര് ചാമ്പ്യൻ ആവുന്നത് കണ്ടറിയാം. സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. TVA സ്പോട്ട് ചെയ്തിട്ടുണ്ട്. KVA അടി തുടങ്ങിയിട്ടുണ്ട്. ട്രൈ എന്തായാലും 2 പേരുടെ പൊസിഷൻസും ഇപ്പൊ എന്തായാലും മനസ്സിലായിട്ടുണ്ട്. സോ എന്തായാലും ഈ ഒരു ഏരിയ അവർ എന്തായാലും ഹോൾഡ് ചെയ്ത് നിന്നിട്ട് അടുത്ത സോൺ വരുമ്പോഴേക്കും ഫൈറ്റ് തുടങ്ങുന്നത്. എന്തായാലും 19 സെക്കൻഡിൽ തന്നെ സോൺ വരുന്നതായിരിക്കും. അപ്പൊ നമുക്കറിയാം അടുത്ത സോൺ എങ്ങോട്ട് പോകുന്നു, ആർക്കായിരിക്കും അഡ്വാൻറ്റേജ്, ആർക്കായിരിക്കും ഡിസഡ്വാൻറ്റേജ് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇതിനകത്ത് കറന്റ് നോക്കിക്കഴിഞ്ഞാൽ 26 കില്ലോട് കൂടി KVA ആണ് ഡോമിനേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു ലോബി. തൊട്ട് താഴെ VH ഉണ്ട് 15 കില്ല്. CSK നോക്കുകയാണെങ്കിൽ 12 കില്ല് മാത്രം. ഈ ഒരു കളി അവർക്ക് കില്ലധികം സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല CSKക്ക്. അതെ, CSK നോക്കുകയാണെങ്കിൽ കൂടുതലും അങ്ങോട്ട് തപ്പിപ്പോയി അടിക്കും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന എല്ലാ ഫൈറ്റും നല്ല പോലെ തന്നെ ഫൈറ്റ് എടുത്ത് CSK കളിക്കും നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ KVA അങ്ങനെയല്ല. KVA ഇത്തവണ നല്ലൊരു പോയിന്റ് വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലായിടത്തും എവിടെയൊക്കെ ഫൈറ്റ് കേൾക്കുന്നുണ്ടോ അങ്ങോട്ടൊക്കെ ഓടി KVA പോകുന്നുണ്ടായിരുന്നു. സോ എന്തായാലും ടോപ്പ് ടേബിളിൽ നമ്മുടെ KVA TVAക്ക് ഒരു സ്ഥാനം അത് ഉറപ്പാണ് എന്തായാലും. മാത്രമല്ല 35 സെക്കൻഡിൽ ഈ കളിയുടെ ഗതി എങ്ങോട്ട് പോകും, ആർക്ക് അഡ്വാൻറ്റേജ് ആവും നമുക്ക് അറിയാൻ പറ്റും. സോൺ ക്ലോസിംഗ് ഇൻ 30 seconds. യെസ്, സോ സോൺ ഈ സോണാണ് നമുക്ക് അറിയേണ്ടത്. ഈ കളിയുടെ സോ നമ്മുടെ ചന്ദ്രൻ അവിടെ ഇരുന്ന് വെടിയിക്കുന്നുണ്ട്. ചന്ദ്രന് ഒരു പിക്ക് കിട്ടുമോ എന്നാണ് നമുക്ക് നോക്കാം. റഷ്യൻ സ്പീഡോ ഇവിടെ നോക്കുകയാണെങ്കിൽ സോണിലോട്ട് കയറാനുള്ള ശ്രമം റഷ്യൻ സ്പീഡോയ്ക്ക്. പക്ഷേ റഷ്യൻ സ്പീഡോ ചെന്ന് കയറുന്നത് ACTയുടെ പ്ലേസിന്റെ അടുത്തോട്ടാണ്. ACTയുടെ 2 പ്ലേസിന്റെ അടുത്തോട്ടാണ് നമ്മുടെ റഷ്യൻ സ്പീഡോ ചെന്ന് കയറാൻ പോകുന്നത്.
റഷ്യൻ സ്പീഡ് ആക്ച്വലി ആ പൊസിഷൻ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു ആ ഒരു സൈഡില്. അതെ അതെ, ഒരുമിച്ച് പോയി അവര് ആ ഒരു റെന്റ് ഒരുമിച്ച് തന്നെ അടച്ച് പാതി എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കും. നമുക്ക് നോക്കാം എന്തായാലും. സോ കേറുന്നുണ്ട് ഫൈനൽ സർക്കിൾ. ഓ, രണ്ടുപേരുടെയും സൈഡിൽ തന്നെയാണ് ആ ഒരു സോണും വന്നിട്ടുള്ളത്. ലെറ്റ്സ് സീ. ഓ, സ്പീഡോ റഷ്യൻ സ്പീഡോ ഒരു നോക്കിട്ടിരിക്കുന്നു. ഒരു റോക്കറ്റ് റഷ്യൻ സ്പീഡോ ഒരു 1v1 ഗണ്ണില്ല. റഷ്യൻ സ്പീഡോ രണ്ടുപേരെയും നോക്കിട്ടിരിക്കുന്നു. ഇനിയുണ്ടോ ആക്ടില് പ്ലേയേഴ്സ്? അപ്പം റഷ്യൻ സ്പീഡോ അവിടെ നല്ല 2 നോക്ക്, 2 കില്ലും കൂടെ സെക്യൂർ ചെയ്യുന്നു. അല്ലല്ല, 3 ടീംസ് അതെന്തോ ആണല്ലേ? അതെ, 3 ടീംസ് ബാക്കി. ഓക്കെ, KVA TV അവിടെ ഒരു ജസ്റ്റ് ഒരു ഫയർ വന്നെങ്കിലും വീണ്ടും അവിടെ ഒരു സ്റ്റോപ്പ് നമ്മൾ കണ്ടു. റഷ്യൻ സ്പീഡോ ഇതിന്റെ പിറകിൽ വന്നിട്ട് ഒരു പിക്ക് എടുക്കാൻ നോക്കുന്നത് നമുക്ക് കണ്ടറിയാം. എന്തായാലും മെസ്ബോയ് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് താഴോട്ട് പോകുന്ന അറിയത്തില്ല. സോ മെസ്ബോയ് ഒറ്റയ്ക്ക് താഴോട്ട് പോകുന്നത് അതൊരു പ്രശ്നമാവും. അതെ, മെസ്ബോയ്ക്ക് അതൊരു പണി പാളാൻ ചാൻസ് ഉണ്ട്. അയ്യോ, വിംബി മെസ്ബോയ് അപ്പുറത്തും ഇപ്പുറത്തും കല്ലിന്റെ കണ്ടു ഫൈറ്റ് നടക്കുമ്പോ മെസ്ബോയ് പോയി വിംബിയെ നോക്കാക്കുന്നു. നല്ലൊരു ഓഫ് ആംഗിൾ പോയി മെസ്ബോയ്. ഫൈറ്റ് കമ്മിറ്റ് ആയി ഇവിടെ. ഫൈറ്റ് കമ്മിറ്റ് ആയി. TVA versus KVA, the final circle. TVA CSK ചാനൽ നോക്കിട്ടു. ചാനൽ നോക്കിട്ടു. അടുത്തൊരു നോക്കിടുന്നു. ബാൽ അടുത്തൊരു നോക്കിടുന്നു. സ്പൈഡി ഓക്സിയെ നോക്കിടുന്നു. സെക്കൻഡ് നോക്കിടുന്നു. സെക്കൻഡ് മെസ്ബോയ് അവിടെ നോക്കാവുന്നു. സാത്താൻ ഒരു നോക്കിയിട്ടുണ്ട്. ഒരു പ്ലെയർ മാത്രം ആ കില്ല് സെക്യൂർ ചെയ്യുന്നു. സാത്താൻ അവിടെ ഒരു പ്ലെയർ മാത്രം ബാക്കി. ഓ, TVA അവിടെ വൈപ്പ് ഓഫ് ആക്കുന്നു. റഷ്യൻ സ്പീഡോ മാത്രം ബാക്കി. TVA versus VH, the final circle. അലക്സ് അറിഞ്ഞിട്ടില്ല. അലക്സ് കണ്ടില്ല. TVA versus VH. ചന്ദ്രനാണോ ഇതെങ്കിലും ചന്ദ്രൻ കണ്ടു. റഷ്യൻ സ്പീഡോ ചന്ദ്ര ഫിനിഷിംഗ് ബാക്ക് ടു ബാക്ക് ലാസ്റ്റ് വൺ. TVX CSK 20 കില്ലോട് കൂടി 30 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. വീണ്ടും ഒരു ആഷ് വൺ അടിച്ച് നമുക്ക് നോക്കാം. 10 ഈ കളിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നത് KVA ആണ്. 27 കില്ലോട് കൂടി #3 ആണ്. പക്ഷെ 32 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. TVX CSK 20 കില്ലോട് കൂടി സെക്യൂർ ചെയ്ത് 30 പോയിന്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് VH നോക്കുവാണെങ്കിൽ #2 ആണ്. 17 കില്ലോട് കൂടി 23 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ഇവിടെ S7 നോക്കുവാണെങ്കിൽ #5 ആണ്. 6 കില്ലോട് കൂടി 9 പോയിന്റ്. അതുപോലെ TJ നോക്കുവാണെങ്കിൽ #7 ആണ്. 8 കില്ലോട് കൂടി 9 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. R3X നോക്കുവാണെങ്കിൽ #8 ആണ്. 8 കില്ലോട് കൂടി 9 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആക്ട് നോക്കുവാണെങ്കിൽ #4 ആണ്. 1 കില്ലോട് കൂടി 5 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. RC നോക്കുവാണെങ്കിൽ #6 ആണ്. 0 കില്ലോട് കൂടി 2 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ANK നോക്കുവാണെങ്കിൽ #9 ആണ്. 0 കില്ലോട് കൂടി 0 പോയിന്റും. BC #10 ആണ്. 0 കില്ലോട് കൂടി 0 പോയിന്റ്സും ആണ്. ആൻഡ് നമുക്ക് പ്ലെയർ ഇത് നോക്കുവാണെങ്കിൽ ഗോഗു പ്ലേ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ BS ലെ 3 പേരാണ് ടോപ്പ് ടേബിളിൽ നിൽക്കുന്നത്. BS ക്യൂബം വിത്ത് 6 kills, BS സാത്താൻ വിത്ത് 5 kills, BS ബിംബി വിത്ത് 5 kills. അതിനുശേഷം BH ലെ CK മാരിയാണ് നമ്മുടെ 5 കിലോടെ നിൽക്കുന്നത്. BS ലെ റുസാക്കി അടുത്തൊരു 5 കിലോടെ നിൽക്കുന്നു. TVA CSK മെസ്ബോയ് 4 കിലോടെ നിൽക്കുന്നുണ്ട്. റഷ്യൻ DNL VH ലെ 3 കിലോടെ നിൽക്കുന്നുണ്ട്. TVA CSK ലെ അലക്സ് 3 കിലോടെ നിൽക്കുന്നുണ്ട്. TVA ലെ ആഷ് 3 കിലോടെ നിൽക്കുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് വീണ്ടും 3 കിലോടെ നിൽക്കുന്നുണ്ട്. അതേപോലെ VH ലെ റഷ്യൻ കരിമീൻ 2 കിലോടെ നിൽക്കുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അഗൈൻ ഒരു കിടില മാച്ച് നമ്മൾ വീണ്ടും കണ്ടിരിക്കുന്നു. ഒരു TVA versus KVA 2 വട്ടവും ഫൈനൽ സർക്കിൾ TVA versus KVA ആയിരുന്നു. ആൻഡ് ഇനി ഒരു മൂന്നാമത്തെ മാച്ചിലും ബാക്ക് ടു ബാക്ക് #1 അടിക്കാൻ TVAക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കി നോക്കാം. നമുക്ക് അഗൈൻ TVAയുടെ ഒരു പ്ലെയറിനെ നമുക്ക് VCയിലോട്ട് കൊണ്ടുവരാം. ആരായിരിക്കും? അല്ല, ചന്ദ്രനെ വിളിച്ചത് കാരണം പുള്ളിക്ക് വേറെ ഒന്നും ഇല്ല, ഇതിൽ റോൾ ഇല്ല, അതുകൊണ്ടാണ്. നമുക്ക് ഒരു ഐജലിനെ കൂടെ വിളിക്കാം. ഐജൽ മോബി ആദ്യം മരിച്ച മോബിയെ അറിയിക്കാം.
എത്തിയിട്ടുണ്ടോ? രാൻ രാൻ പോയിട്ടുണ്ട്, ഓ പാപ്പു ആദ്യമേ പോയി. ഇപ്പൊ വിളിക്കുന്നു പറയും ചന്ദ്രൻ എത്തിയായിരുന്നു കേട്ടോ. ഓ ചന്ദ്രബോസ് ടിവിക്ക് വേണ്ടി ഇവിടെ ചന്ദ്രബോസ് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. ചന്ദ്രബോസ് മാച്ചിനെ പറ്റി 2 വാക്ക് സംസാരിക്കണം പ്ലീസ്. ഇത് പറഞ്ഞാൽ വീണ്ടും ഇതിപ്പോ വീണ്ടും എടുത്തെടുത്ത് അല്ല, പറയണം. അങ്ങനെയല്ല, ഇങ്ങോട്ട് വരണം. നിങ്ങൾ കളിക്കുന്ന കാര്യം നാല് പേര് അറിയാൻ ഇത് ആരാണ് ഈ കാസ്റ്റിംഗ് ഇതില് ആരാണ് ഈ കാസ്റ്റേഴ്സിനെ എതിർത്ത് സംസാരിക്കില്ലേ പ്ലീസ്? 3 പേരുണ്ട് ഇവിടെ. ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, വല്ലതും പറയാൻ അറിയുന്ന മോബിനെ വിളിച്ചോണ്ട് കയറ്റാൻ ഞാൻ അതെ, അതെ. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും മോബിനെ കൊണ്ട് വിടാം. എന്തായാലും നമ്മൾ ഇനി അടുത്ത ഇല്ലല്ലോ, ഞാൻ ഇനി അടുത്ത കളിയോടി കപ്പടിച്ചിട്ട് ഇനി ഇതാക്കുന്നു ഓക്കെ സംസാരിക്കും. ഓക്കെ 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 ഒന്നുകൂടി ഉണ്ടല്ലോ ഒന്ന് ഇതുപോലെ കണ്ടിന്യൂ ചെയ്തത് ഒന്നും ചെയ്യാതിരുന്നോളും. പിന്നെ റോയിലൊരു 3 കളി ജയിച്ചിട്ട് നമ്മൾ അല്ല അല്ല താങ്കൾ പിക്ക് എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ കപ്പടിക്കുന്ന ചാൻസ് കുറയും. അതുകൊണ്ട് പിക്ക് എടുക്കാതിരിക്കുക പ്ലീസ്. കാസ്റ്റേഴ്സ് ദയവ് ഞങ്ങളുടെ ജോലി ചെയ്യാൻ സമ്മതിക്കുക പ്ലീസ്. അനാവശ്യമായിട്ട് സംസാരിക്കില്ല ഇങ്ങനെ ബാബു ഇങ്ങനെ ഇരുന്നിട്ട്. പ്ലീസ് ടൂർണമെന്റിന് ഒരു ഡെക്കോറം ഉണ്ട്, അത് കീപ്പ് ചെയ്യാൻ സമ്മതിക്കുക. വിവരമുള്ളവരെ പിടിച്ചിരുന്നു ഇവരോടിക്ക്. അപ്പൊ കളിയിൽ വേറെ ഒന്നും ചെയ്യാനില്ലാതെ താങ്കൾ വരുന്നോ? കളി അവിടെ ടീമിൽ പ്രത്യേകിച്ച് ചെയ്യാനില്ലല്ലോ. ഡിസിപ്ലിൻ പാലിക്കേണ്ടതാണ്. ഡിസിപ്ലിൻ പാലിക്കേണ്ടതാണ് നമ്മുടെ ഇതിനകത്ത്. ഡിസിപ്ലിൻ പാലിക്കണം പ്ലീസ്. അപ്പൊ വളരെ നന്നായിട്ട് കളിച്ചു ചന്ദ്രബോസ്. നല്ലൊരു കളിയായിരുന്നു. അടുത്ത മാച്ചും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ചന്ദ്രബോസ്. താങ്ക് യു. ഓക്കെ, എന്തായാലും ഉപയോഗം ഉണ്ടോ ഇങ്ങനെ തമ്മിലടിച്ചിട്ട് എന്ത് കിട്ടാൻ? ഈഗോ കാണിച്ചിട്ട് ഈഗോ ലൈഫില് നമ്മുടെ പല കാര്യങ്ങളെ നശിപ്പിക്കും. അത് മനസ്സിലാക്കണം രണ്ടുപേരും. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നശിപ്പിക്കും. പിന്നെ അതെ ഉറപ്പായിട്ടും